ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ ഏകദേശം കയറിയിട്ടുണ്ട്. നമ്മുടെ ലോഡ് വേറൊന്നുമല്ല, ഇതാ ഈ മണ്ണ് വലിച്ചുകൊണ്ട് പോകുന്ന ഈ ലോറി കണ്ടോ, ഇതാണ് നമ്മുടെ ലോഡ്. ഇത് ജർമ്മനിക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഏകദേശം ലോഡൊക്കെ കയറ്റി. ഡീസലൊക്കെ ഹാഫ് ടാങ്ക് താഴെ ഡീസലുണ്ട്. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടോ, ഫുള്ള് ചെളിയാണ്. പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, ഡീസൽ അടിക്കണം, എല്ലാം സെറ്റ് ചെയ്യണം. നമുക്ക് വല്ല എടുത്താലും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മോട്ടറിട്ട് കുറച്ച് റേസ് ചെയ്യാം, ലെയർ കയറില്ല. വണ്ടി ഫുള്ള് ചെളിയാ, ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ, ഫുള്ള് ചെളിയാ. പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാം. എല്ലാം എടുത്താലോ, വണ്ടി എടുത്താലോ. ഇവിടുന്ന് ഏകദേശം 100-600 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ആ ബാക്കിലെ കണ്ണാടി കൂടെ ട്രെയിലർ നോക്കിപ്പോ അതാ പറ്റിപ്പോ. ഇവിടെ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ക്ലീൻ ചെയ്യാം. ഇവിടെ പോയപ്പോൾ നമ്മൾ ട്രെയിലർ ഡിറ്റാച്ച് ചെയ്ത് വെക്കണം. നമുക്ക് വണ്ടി ഒന്ന് നേരെ ക്ലീൻ ചെയ്യാം. നമ്മൾ വണ്ടിയോടെ വെച്ച് കൊടുത്താൽ നമ്മൾ എനിക്ക് ആവശ്യം പ്രവർത്തിച്ചു കൊടുത്താൽ ക്ലീൻ ആക്കുന്നത്. ഓക്കെ, നമ്മളെ ക്ലീനിങ് കഴിഞ്ഞു. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയൊക്കെ നല്ല കുട്ടപ്പനായി, നല്ല ക്ലീനായി. ഉണ്ടോ, ഈ ട്രെയിലർ കയറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മറ്റേ തേർഡ് വീലിൻ്റെ അകത്തേക്ക് വണ്ടി കറക്റ്റ് കയറിയില്ലെങ്കിൽ ലോക്കാവില്ല. നമ്മൾ വണ്ടിയൊക്കെ ക്ലീനായി എല്ലാം. നമുക്ക് നേരെ വിടാം. ഫ്യൂലടിക്കണമല്ലോ, നമ്മളത് വിട്ടുപോയി. വഴിയിലാവാൻ ചാൻസ് ഇല്ല. അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ അടുത്ത പമ്പിൽ കയറാം. ഈ ടൗൺ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് പമ്പുണ്ടാവും. അവിടെ സെറ്റ് പച്ചകത്ത് നമ്മുടെ വണ്ടിക്ക് ഏകദേശം നീളമുള്ളതുകൊണ്ട് നമ്മൾ കയറ്റി ഒഴിച്ചില്ലെങ്കിൽ ബാക്ക് സൈഡ് തട്ടും. അത് മാത്രമല്ല, ഒരു ഹെവി എക്യുപ്മെൻ്റാണ് കുറയിരിക്കും, ശ്രദ്ധിച്ച് പഠിക്കണം, ഇല്ല വള്ളിയോ.
അവിടെ ഒരു പമ്പുണ്ട്, ഇവിടെ ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട്. എഞ്ചിൻ ഓഫാക്കി ഏകദേശം 1200 1700 രൂപ എണ്ണ അടിച്ചാലേ പോയി ഗൈസ്. എഞ്ചിൻ മാത്രം എടുത്ത് പോയി, ഇനിയൊന്നും നോക്കാനില്ല, നേരെ വിട്ടു പോവാ ജർമ്മനിക്ക്. ഹൈവേ ഒക്കെ പിന്നെ അടിച്ചു പോകാൻ പറ്റിയ സ്ഥലമാണ്, ഒന്നും നോക്കാനില്ല, വിട്ട് കയറി പോവാ. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ടോർക്ക് ഇച്ചിരി കുറവാണ്, ഒന്ന് വലിഞ്ഞ് കയറാൻ ഇച്ചിരി പാടാ. ഒരു 7-8 ഗിയറിലൊക്കെ തീരെ ടോർക്കില്ല. നമ്മുടെ കയ്യിൽ പക്ഷെ വേറൊരു വണ്ടിയുണ്ട്, ആ സാധനം നല്ല നല്ല പെടയാണ്, പക്ഷെ അത് 12 ഗിയർ, അതുകൊണ്ട് അതിന് ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെയാണ്. ഇത് ഒരു 7ാമത്തെ ഗിയർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വലിക്കാൻ ഭയങ്കര പാടാണ്. മറ്റേ നമ്മുടെ മറ്റേ വണ്ടിയാണെങ്കിൽ ഒന്നും നോക്കില്ല, 8-9 എന്നൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് 2 ഗിയറൊക്കെ വരും. അതായത് ഇതിലിപ്പോൾ 80-ലാവുമ്പോഴത്തേക്ക് അതിന് ചിലപ്പോൾ അതൊരു 7-ലും 8-ലും 9-ലൊക്കെ ടോണും. നമുക്ക് കിട്ടുന്ന കാശ് എണ്ണയടിക്കാനും ടോണിലേക്ക് ലോറിപ്പണി ഓടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞതാ. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നാടായ നാട് മുഴുവൻ ഇങ്ങനെ തെണ്ടി നടക്കാം, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം, ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചങ്ങ് പോവാം, ഓരോരോ പുതിയ പുതിയ സ്ഥലത്ത് പോവാം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഫ്രാൻസിലേക്ക് ആയിരുന്നു, അത് എണ്ണ കൊണ്ടാവും, എണ്ണയായിരുന്നു ലോഡ്, മറ്റേ ബൾക്കർ ആ ടൈപ്പ് സാധനമില്ലേ, അതായിരുന്നു വണ്ടി. ഇതിപ്പോൾ കയറി കഴിഞ്ഞാൽ ജർമ്മൻ ഓട്ടോബാൻ കിട്ടുന്നുണ്ട്, ആ സ്ഥലമായത്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്പീഡ് ഓക്കെ. അപ്പോൾ നമ്മളെ ഈ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഇല്ല. ഇത് നമ്മുടെ ജർമ്മൻ ഓട്ടോബാൻ എന്ന് പറഞ്ഞ ഇത് കേട്ടിട്ടുണ്ടോ? ഓട്ടോബാൻ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ജർമ്മൻ ഓട്ടോബാനാണ്. ഇതിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഇല്ല, അടിച്ച് മിന്നിച്ച് പോവുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്പീഡ് ട്രാക്കും റൈറ്റ് സൈഡ് മെല്ലെ പോകുന്നവർക്കുള്ളതാണ്. പക്ഷെ നമ്മളങ്ങനെ നോക്കുന്നില്ല, നമ്മൾ ചുമ്മാ ചവിട്ടി വിടുകയുള്ളൂ. വണ്ടി 90ആയി, നല്ല ലോഡുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഷേക്കിങ്ങും ഉണ്ട്. 8ാമത്തെ ഗിയർ തിങ്ങിപ്പോൾ ഇച്ചിരി പാടില്ല. ഇവിടെ ഒരു ചെറിയ ഇറക്കമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അടിച്ചറിയും. സ്പീഡ് കയറാൻ ഇച്ചിരി പാടാം, ഡൗൺ ചെയ്ത് പിടിച്ചോ. ഡൗൺ ചെയ്താലും ഗിയറിൻ്റെ മാക്സിമം സ്പീഡ് അത്, ഇനിയിപ്പോൾ അങ്ങോട്ട് സ്പീഡ് കയറാൻ ഇച്ചിരി പാടാം. ഇവിടെ മറ്റേ വണ്ടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ 10ാമത്തെ ഗിയറിലായിരിക്കും പോയിക്കൊണ്ടിരിക്കും. ഇതിന് ടോർക്ക് ലേശം കുറവാണ്, അതായത് ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ മൈലേജും ഉണ്ട്, ഓടിക്കാനും സുഖത. മറ്റേത് പക്ഷെ പെട്ടെന്ന് സ്പീഡ് കയറും, നല്ല ടോർക്ക് എഞ്ചിൻ, നല്ല ലോഡുള്ളതുകൊണ്ട് വണ്ടി നൈസായിട്ട് പാളുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഓടിക്കുന്നത്, ഒരുപാട് സ്പീഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി കയ്യിൽ നിന്ന് നല്ല ലോഡുള്ളതുകൊണ്ട് ഇവിടെ ചാടി ചാടി പോകുന്നുണ്ട്. ലോഡൊക്കെ അത്യാവശ്യം നല്ല ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി വെച്ചേക്കുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കേട്ടോ ഓരോ തേണ്ടിക്കാരനും കയറുന്നുണ്ട്, ചുമ്മാ അങ്ങോട്ട് കയറിയേക്കാണ്. അപ്പൻ ട്രെയിലറില്ലാണ്ട് വണ്ടിയാണ്ട് മാത്രമായിട്ട് ലോഡെടുക്കാൻ പോകുന്നതായിരിക്കും. അതിനൊക്കെ അധികം മരവും വണ്ടികളും തടിയും എണ്ണയൊക്കെയാണ് അധികം. ഇവിടുന്ന് എണ്ണയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രാൻസിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഇത് ട്രക്ക് തന്നെയാണ്, അതിനും ഹെവി എക്യുപ്മെന്റാ. ഹിറ്റാച്ച് എനിക്ക് തോന്നുന്നു അവിടെ ജർമ്മനിയിലും കണ്ട് എവിടെയോ വഴിപണി നടക്കുന്നുണ്ട്, അപ്പൊ അങ്ങോട്ടേക്കാണ് ട്രെയിൻ. ഇതിപ്പോ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് മറ്റേ ഈ മണ്ണ് വലിക്കുന്ന ടൈപ്പ് സാധനമില്ല, നമ്മളെ ഈ വഴിപണിയുടെ മറ്റേ നാഷണൽ ഹൈവേ 66ന്റെ പണിയിൽ ഈ മണ്ണ് ലെവലാക്കുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട്, അതാണ് നമ്മളെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ വഴി കണ്ടത് അതൊരു ഹിറ്റാച്ചി ആയിരുന്നു.
വളവൊക്കെ ഒന്ന് ചവിട്ടി കൊടുത്തില്ലെങ്കിൽ വണ്ടി ഇപ്പൊ കയ്യിൽ നിന്ന് പോകും. സ്പീഡ് കുറവുള്ളവന്മാർ ഏകദേശം റൈറ്റ് സൈഡിൽ കൂടിയാണ് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല, റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത്. അപ്പം നമുക്ക് എക്സ്ട്രീം ലെഫ്റ്റിൽ കൂടെ അടിച്ചു കയറി പോയാൽ മതി. വരുവാ ഇവരൊക്കെ അന്ന് ചവിട്ടി തരൂല, നമ്മള് അടിച്ചു കയറി വീട്ടിൽ തന്നെ. ഒരു 1500 RPM ഔട്ടർ പെയിന്റ് നമ്മളെടുത്ത കളി. അപ്പൊ നമ്മളെ പിടിച്ചത് നമ്മളെ ഹെവി ലോഡാ, അവന്റെ എന്തോ കായ് വണ്ടിയാന്ന് തോന്നുന്നു. അവന്റെ മറ്റേ പടുത കെട്ടിയ ടൈപ്പ് കൂടി. നമ്മുടെ ആണെ വലിയ ഹെവി മെഷീനറി ഇല്ലേ, 10-35 ടണ്ണാണ് സാധനം. അതായിട്ട് വലിക്കണ ഇച്ചിരി പാടാണ്. നമ്മൾ കയറി പോവും. നമ്മളൊക്കെ എത്ര ഉണ്ടാ രണ്ടാമൂടെ ചേർന്ന് കയറി പോകും. വണ്ടി സൈഡ് ബോഡി പിടിച്ചു പോയി, അതാറ്റി. അപ്പം പണി തന്നല്ല, എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയതാ. ഈ വണ്ടിക്ക് തന്നെ ടർബോ ഉണ്ട്. ഒരു 1500 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ ടർബോ ഓണായിക്കോളും. പിന്നെ ഒന്നും അങ്ങനെ അടിച്ച് കയറി. ഇപ്പം നല്ല ലോഡായിരുന്നു, കുറച്ച് കുറവൊക്കെ ആയിരുന്നു, നമുക്ക് സുഖമായിട്ട് അവനെ പിടിക്കായിരുന്നു. ഇത് കൂടി കഴിഞ്ഞാൽ ബ്രേക്കും കുറവാണ്. ബ്രേക്കൊക്കെ ഒന്ന് മാറ്റി ഡ്രമ്മെല്ലാം മാറ്റണം. ഇതിൻ്റെ കൂടി കുറച്ച് കാശായിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇനിയിപ്പോൾ കാശായി കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റിയിട്ട് ഒരു ബെൻസിൻ്റെ ഒരു സാധനമുണ്ട്, അത് നടക്കും. അതാകുമ്പം 12 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന മാനുവൽ വണ്ടിയാണ്. ഇതിലും പാർട്ടിൽ ഷിഫ്റ്റൊക്കെ ഉണ്ട്, ഓടിക്കാനൊക്കെ രസമാണ്. ഇറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നൈസിലും കിട്ടാൽ മതി. ഇറക്കം വന്നാൽ ആ ഗ്യാപ്പിൽ സ്പീഡ് കയറി ഒരു വലിയ മല ഓൺ ചെയ്യാണ്ട് വരും, അഡ്വാൻസ് ചെയ്ത് പോവാം. എന്നാലും വലിയ മുട്ടുന്നുണ്ട്, വലിയ കയറ്റ. ഇന്ത്യയിലാണ് ഹെവി. 6ാമത്തെ ഗിയറിലും വലിക്കില്ല, പോകുന്നുണ്ട്. വലിക്കില്ല, ഐസ് എല്ലാം ലോഡാണ്, അതാ വലിയാത്ത. കയറ്റത്തെ അടിച്ച് എല്ലാവർക്കൊക്കെ നല്ല മിന്നിച്ച് വന്നുകൊണ്ട് ആ ഒരു ഓയിലാണ് കയറി. അപ്പോൾ തന്നെ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യായിരുന്നു. ഈ ചില ഡ്രൈവർമാരുണ്ട് ഗിയർ ഡൗൺ ചെയ്യില്ല, ആയിട്ട് വലിപ്പിച്ച് 50 നേരെ 4ലേക്ക് ഇട്ട് അഡ്വാൻസ് ഗിയർ ഇട്ട് വന്നു കഴിഞ്ഞാൽ കയറി പോരാന്നേ കയറ്റുള്ളൂ. ഇവന്മാർ തന്നെ കാണിക്കും, ഇവന്മാർ വലിപ്പിച്ച് 50 നേരെ 3ലേക്ക് ഇടും, അവിടെ വലി പൊട്ടും, 2ലേക്ക് ഇടും, വലി പൊട്ടും. പിന്നെ ലാസ്റ്റ് ഫസ്റ്റ് ഇങ്ങനത്തെ ഹെവി വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക, കയറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അഡ്വാൻസ് ഗിയർ ചേഞ്ച് ചെയ്ത് കയറിപ്പോ. അല്ലെങ്കിൽ കാറ് പോയാലല്ലോ, ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ നിന്ന് നീങ്ങി ഇനീഷ്യൽ പിക്കപ്പൊക്കെ ഒന്ന് എടുത്ത് നനകണക്ക് ഇച്ചിരി പാടാ. ചിലപ്പോൾ വണ്ടി റിവേഴ്സ് പുറകോട്ട് വലിഞ്ഞു പോകാനും ചാൻസ് ആണ്. അപ്പോൾ ഈ കാറുകാരൊക്കെ ചെയ്യുന്ന ഒന്നും ചെയ്യരുത്. നമ്മളൊക്കെ നോക്കി അഡ്വാൻസ് ഗിയർ അടിച്ച് തരിക, എന്തെങ്കിലും പണി കിട്ടി. ഇപ്പോൾ നമുക്ക് പ്രാവശ്യം പണി കിട്ടിയതാ. ഫ്രാൻസിലൊരു കയറ്റത്ത് നമ്മൾ ഇതുപോലെ പെട്ടുപോയതാ. വണ്ടി കിളിയില്ല, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ കിളിയൊന്നുമില്ല, എല്ലാം നമ്മൾ തന്നെ നോക്കും. അങ്ങനെ കയറ്റത്തെ ലാസ്റ്റ് കുടുങ്ങിപ്പോയി. വണ്ടി ജാക്കി വെക്കാനും ആളില്ല, അട വെക്കേണ്ട അവസ്ഥ വന്നു. ലാസ്റ്റ് ഒരു കാറുകാരനെ പിടിച്ച് നിർത്തിച്ച് അവനോട് അട വെക്കാമെന്ന് ചോദിച്ച്. വലിയ കോയിലാട്ടോ, അത്യാവശ്യം നല്ല ലോഡുള്ള ട്രെയിലറല്ല, ഇന്ത്യൻ അങ്ങോട്ട് മേടിച്ചത് പൂസാന്ന് തോന്നുന്നു. ടോള് കൊടുത്ത് മുടിയുന്നുണ്ട്. നമ്മളിപ്പോൾ
ഇത് ബോർഡറാ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജർമ്മനി. വണ്ടി വലിയ പിടിച്ചു വെച്ചാ കാശ് കൊടുത്ത് ഒഴിവാക്കി.